ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക വളരെ സന്തോഷത്തോടെ ആർക്കോ ഫോൺ ചെയ്യുവാണ്. ഈ സമയം യാമിനിയാണെങ്കിൽ അംബികയെ തന്നെ ജനലിക്കൂടെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. പുറത്ത് നിൽക്കുന്ന രാജു ഋതിയോട് ചോദിക്കുന്നു, ഋതു എന്തായി നിങ്ങളുടെ പ്ലാനൊക്കെ സക്സസ് ആകാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുമോ രാജു? അല്ല, നമുക്ക് ഫാമിലി ഇൻ്റർവ്യൂവിന് പോകണ്ടേ? രാജു ഒരു കാര്യം ചെയ്യും, അച്ഛനെ പോയി പാർട്ടി ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്തോണ്ടേ നേരെ ഹോട്ടലിലോട്ട് വാ, ഞാൻ പുറകെ അങ്ങ് വന്നേക്കാം. അല്ല, മറ്റേ കാര്യം എന്തായി? അംബികയുടെ ഫോൺ ഇതുവരെ പൊക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ചെറിയമ്മയോടെ കാത്തു നിൽക്കുന്നുണ്ട്. ആ ഫോണിന് എന്തുവായാലും ഞങ്ങൾ പൊക്കിയിരിക്കും. ഋതു, നമുക്ക് ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ വെച്ചുണ്ടായ അപകട കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇന്ന് എന്തായാലും വർമ്മ സാറിനോട് പറഞ്ഞിരിക്കണം. ശരിയാ രാജു, ആ ദീപക്ക് നമ്മളെ കൊല്ലാൻ ശ്രമിച്ച കാര്യം പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് അച്ഛനെ അറിയിക്കണം. അത് ഋതു, ഇന്ന് തന്നെ പറയാനുള്ള അവസരമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിരിക്കണം. പറയാൻ രാജു, അവനെയും അവൻ്റെ അമ്മയും നമുക്ക് ഇവിടുന്ന് പടിയിറക്കണം. രണ്ടിനെയും തളച്ചില്ലെങ്കിൽ അവർ നമുക്ക് യാതൊരു സൗകര്യവും തരില്ല. അംബിക ഫോണൊന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് എവിടെങ്കിലും ഒന്ന് വെച്ചായിരുന്നെങ്കിൽ അത് എളുപ്പമൊന്ന് എടുക്കാമല്ലോ എന്നും പറഞ്ഞിങ്ങനെ യാമിനി നോക്കി നിൽക്കുക. അങ്ങനെ യാമിനി ആഗ്രഹിച്ചതുപോലെ ദാണ്ട് അംബിക ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാർജ് കുറവാണെന്ന് തോന്നുന്നു ഫോണിൽ. പെട്ടെന്ന് അംബിക ഫോൺ ചാർജ് കുത്തിയിട്ടിട്ട് വാഷ്റൂമിലോട്ട് പോവുകയാണ്. ഇത് തന്നെ നല്ല സമയമെന്ന് കരുതി യാമിനി ഋതിയെ വിളിക്കുന്നിട്ട്, മോളെ എളുപ്പം വാ. അങ്ങനെ അവർ രണ്ടുപേരും അകത്ത് കയറി ആ ഫോൺ എടുത്തിട്ട് റൂം പുറത്തു വന്നങ്ങ് പൂട്ടി താക്കോലും കൊണ്ട് പോവുകയാണ് ഋതിക. യാമിനിയും ഋതിയും അംബികയുടെ ഫോണിന്റെ ലോക്ക് എടുക്കാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല. അവർ പല രീതിക്കും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ്ട് അംബിക വാഷ്റൂമിൽ വന്നിട്ട് റൂം തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ആരാ ഇത് പുറത്തു വന്ന് പൂട്ടിയത്? എടി തുറക്കടി എന്നൊക്കെ അംബിക വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അംബിക പെട്ടെന്ന് ഫോൺ നോക്കുമ്പോൾ ഫോണുമില്ല. എൻ്റെ ഫോൺ എടുത്തുകൊണ്ടാണ് ഇവളുമാർ പുറത്തു പോയിരിക്കുന്നത് മനസ്സിലായി അംബിക. എടി തുറക്കാനാ പറഞ്ഞത്, തുറക്കത്തില്ല, ഞാൻ വെളിയിലോട്ട് വന്ന കൊന്നുകളയും, അതിന് നിങ്ങൾ അവിടെ കിടന്നങ്ങ് ചത്തോ, അതിന് ഞാൻ തുറന്നിട്ട് വേണ്ടേ എന്നൊക്കെ ഋതിയൻ ദേഷ്യത്തോടെ വിളിച്ച് പറയുവാണ്. അംബിക പെട്ടെന്ന് അവിടെ ഇരുന്ന ദീപക്കിന്റെ കളിപ്പാട്ടമാണ് തോന്നുന്നു, ഏതോ നല്ല വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ്. അതങ്ങോട്ട് പൊക്കിയെടുത്ത് ആ ലോക്ക് അങ്ങോട്ട് തല്ലി തകർത്ത് അംബിക പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. എന്നിട്ട് ഓടി വന്ന് ഋതിയുടെ കയ്യിലിരിക്കുന്ന അംബികയുടെ ഫോൺ വലിച്ച് പറിച്ചിങ്ങ് മേടിക്കുവാണ്. ഈ സമയം പ്രതാപനും രാജുവും കൂടെ ഹോട്ടലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പ്രതാപൻ ചോദിക്കുന്നു, രാജു, ഋതിക ഹോട്ടലിലോട്ട് വരുമോ? വരും സാർ, ചേച്ചിയുടെ ഇന്റർവ്യൂവിന് വരുമെന്ന് പറഞ്ഞത്. എന്താ രാജു, നീ ഇങ്ങോട്ട് പോരുമ്പോൾ ചേച്ചിയെ വിളിച്ചില്ലായിരുന്നോ? അത് പിന്നെ സാറേ, ഞാൻ പോരാൻ നേരത്ത് അംബിക മേഡം എന്നെ കണ്ടതാ, പക്ഷെ അംബിക മേഡം വന്നില്ല. എന്തോ ചില കാര്യങ്ങൾ മേഡം വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു. എന്താ രാജു, നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇതുവരെയും തീർന്നില്ലേ? അതൊക്കെ ഒന്ന് തീർന്നോട്ടെന്ന് കരുതിയാ ഞാൻ മനഃപൂർവ്വം ചേച്ചിയെ നിങ്ങളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ലല്ലോ. ആ സമയത്ത് രാജുവിൻ്റെ ഫോണിലോട്ട് ഋതിയെ വിളിക്കുവാണ്. രാജു പ്രതാപനെ നോക്കിക്കൊണ്ടൊന്ന് പരുങ്ങുവാണ്. രാജു എവിടെയാ? ഞാൻ സാറിനെയും കൊണ്ട് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ ഋതു, രാജു ഇവിടെ ഒരു സംഭവം ഉണ്ടായി, എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഋതികയെ അംബികയായിട്ട് നടന്ന ആ ഫൈറ്റെല്ലാം അങ്ങോട്ട് പറയുവാണ് രാജുവിനോട്. രാജു, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഈ അംബിക അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ദീപക്ക് നമ്മളെ കൊല്ലാൻ ശ്രമിച്ച കാര്യമെല്ലാം അച്ഛനോട് പറയണം. പറയാൻ ഋതു. രാജുവിൻ്റെ മുഖഭാവം അത്രയ്ക്ക് ശരിയല്ലല്ലോ എന്നിങ്ങനെ പ്രതാപം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജു, ആരാ വിളിച്ചത്? അത് ഋതുവാ. അതെന്താ, അവള് വരുന്നില്ലേ ഹോട്ടലിലോട്ട്? വരുന്നുണ്ട്, വരുന്ന വഴിയിൽ എന്നെ വിളിച്ചതാ. ദീപക്ക് കൊല്ലാൻ ശ്രമിച്ച കാര്യം ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം, ഇനി അത് നീട്ടിക്കൊണ്ട് പോകണ്ട. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ രാജു, അതിനെന്തിനാടാ ഇങ്ങനൊരു മുഖവര? എന്ത് കാര്യം ഉണ്ടെങ്കിലും നിനക്ക് പറഞ്ഞുകൂടെ? നീ പറയടാ. അത് സാറേ, അത് ഇങ്ങനെ അങ്ങോട്ട് പറയുമ്പോഴേതാണ്ട് അംബികയുടെ കാറ് വന്നവരുടെ മുന്നിൽ കൊണ്ടുവന്നങ്ങ് നിർത്തി. ചേച്ചിയാണല്ലോ രാജു, അത് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് പ്രതാപൻ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. രാജുവും പുറകിന് ചെല്ലുന്നുണ്ട്. പ്രതാപ മോനെ, ഈ ഇന്റർവ്യൂവിന് ഞാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ ഋതിക എന്നെ മനഃപൂർവ്വം റൂമിനകത്ത് പൂട്ടിയിട്ട്. പ്രതാപം പെട്ടെന്ന് ദേഷ്യത്തോടെ, ഇതെന്തൊരു കഷ്ടമായി കാണിക്കുന്നത്, അവളിങ്ങോട്ട് വന്നോട്ടെ. പ്രൈമറി സ്കൂളിലെ കുട്ടികൾ കാണിക്കുന്ന ടീച്ചറിനോട് പറയുന്ന പോലെ തല്ലി പിച്ചി മുട്ടുസൂചി കൊണ്ട് കുത്തി. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൂരെ കൂടെ ഇങ്ങനെ പവിത്ര സിസ്റ്റർ, അതായത് സംയുക്ത വരുന്നുണ്ട്. അയ്യോ, അത് പവിത്ര സിസ്റ്റർ അല്ലേ വരുന്നത്? പ്രതാപൻ കണ്ടിട്ട് പറയുവാണ്. പ്രതാപൻ പെട്ടെന്ന് സിസ്റ്ററെ, പവിത്ര സിസ്റ്ററെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ സംയുക്ത ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം അവൾ സിസ്റ്റർ പവിത്രയല്ലല്ലോ. പെട്ടെന്ന് ആ വിളി കേട്ടിട്ടൊന്നും അവൾക്ക് മനസ്സിലായില്ല. പ്രതാപൻ അടുത്ത് എന്നിട്ട് സിസ്റ്ററെ, പവിത്ര സിസ്റ്ററെ എന്ന് വിളിക്കുമ്പോഴാണ് അവളൊന്ന് ഞെട്ടി നോക്കുന്നത്. എന്താ സിസ്റ്ററെ, വിളിച്ചാൽ വിളി കേൾക്കില്ലേ? അയ്യോ സാറോ, സാറെന്താ ഇവിടെ? ഞങ്ങൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇവിടം വരെ വന്നതായിരുന്നു. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് സിസ്റ്ററെ കണ്ടത്. ഞാനും ചില കാര്യങ്ങൾക്ക് വേണ്ടി ടൗണിലോട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. രാജു അംബികയെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പൊ പ്രതാപൻ ചോദിക്കുന്നു, നിങ്ങളെന്താ പവിത്ര സിസ്റ്ററെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഉടനെ അംബിക പറയാം, സിസ്റ്ററും പ്രതാപനും കൂടെ സംസാരിക്കുമല്ലേ, അപ്പൊ ഇടയ്ക്ക് കയറി മിണ്ടാതിരുന്നതാ.
അപ്പോഴൊരു കാറിൽ ഋതിക അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. അല്ല, ഋതുമോളല്ലേ വരുന്നത്? സിസ്റ്ററെ ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയല്ലോ, അതെന്തായാലും നന്നായി. അതുകൊണ്ട് നമുക്ക് ആ കാര്യം ഇവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്തേക്കാം. പ്രതാപൻ ചോദിക്കുക, എന്ത് കാര്യമാണ് ഋതികെ? അത് അമ്മായി കുറെ നാളുകൊണ്ടൊരു വീഡിയോയും കൊണ്ട് നടക്കുക, അതെല്ലാവരും കാണുമെന്ന് അമ്മായിക്കൊരു വാശി. അമ്മായി, ആ വീഡിയോ ഒന്ന് കാണിച്ചേ. പ്രതാപൻ അതിശയത്തോടെ ചോദിക്കുന്നു, വീഡിയോ? അതെന്ത് വീഡിയോ? അതൊരു ബോംബ് വീഡിയോ അച്ഛാ. അംബികയാകെ പരിഭ്രമമുള്ളതുപോലൊക്കെ അഭിനയിക്കുവാണ്. ഋതിക വലിയ സന്തോഷത്തോടെ, എന്തായാലും ആ ബോംബ് ഇവിടെ വെച്ചങ്ങ് പൊട്ടിര്. എന്തായാലും ഇതിനൊരു അവസാനം വേണമല്ലോ അമ്മായി. ആ വീഡിയോ ഒന്ന് കാണിക്കുക ചേച്ചി. എന്തായാലും ഒന്നുമില്ലാതെ ഇവളിങ്ങനെ പറയില്ലല്ലോ. പ്രതാപ മോനെ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ, എല്ലാരും കാണില്ലേ? നീ ചിലപ്പോൾ വയലന്റ് ആയാലോ? ചേച്ചി എന്തായി പറയുന്നത്? വയലന്റ് ആകാനോ? ചേച്ചി വീഡിയോ ഒന്ന് കാണിക്ക്. അംബിക പേടിക്കുന്ന പോലൊക്കെ അഭിനയിച്ചുകൊണ്ട് പെട്ടെന്ന് ആ മൊബൈലിൽ നിന്ന് ആ ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുവാണ്. രാജുവും ഋതിയും വലിയ സന്തോഷത്തോടെ നിൽക്കുവാണ്. കാരണം പത്മാവതിയാണ് സിസ്റ്റർ പവിത്ര എന്നുള്ള പ്രൂഫ് അംബികയുടെ മൊബൈലിലുണ്ട്. ആ വീഡിയോ ആണ് ഋതികയും രാജു ഉദ്ദേശിച്ചത്. ഒന്നും മനസ്സിലാകാതെ സംയുക്ത ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. സംയുക്തയെ കൊണ്ട് അന്ന് സിസ്റ്റർ പവിത്രയായിട്ട് പത്മാവതി ഇട്ടിരുന്ന അതേ ഡ്രസ്സും അതേ മാസ്കും ഇട്ടിട്ടുള്ള വീഡിയോ അംബിക എടുത്തു വെച്ചിരുന്നു. അങ്ങനെ മുഖത്തുനിന്ന് മാസ്ക് എടുത്ത് മാറ്റുന്ന സംയുക്തയാണ് അവർ കാണുന്നത്. രാജുവും ഋതിയും അത് കണ്ടങ്ങ് ഞെട്ടിപ്പോയി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ കയറ് എന്ന് പറഞ്ഞതുപോലെ അംബികയ്ക്ക് നന്നായിട്ട് അറിയാൻ അംബിക അതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോനെ പ്രതാപ, പവിത്ര എപ്പോഴും മുഖത്ത് മാസ്ക് വെച്ചോണ്ടല്ലേ നടക്കുന്നത്. ആ മുഖം ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. സംയുക്ത പോലും ഈ ചതി ഇപ്പോഴാണ് മനസ്സിലായത്. ഓഹോ, ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ട് ഈ വേഷമൊക്കെ ഇടിയിപ്പിച്ചത് എന്ന് അവളും മനസ്സിലാക്കി ഇങ്ങനെ നോക്കി നിൽക്കുക. പ്രതാപനാണെങ്കിൽ വലിയ സന്തോഷം. സിസ്റ്റർ പവിത്ര തന്നെയാണെന്നുള്ളതിന് ഉറപ്പും വരുത്തുകയും ചെയ്തു. ഇതെന്തായാലും ഒരു നല്ല കാര്യമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, വിചാരിക്കാത്ത സമയത്ത് കണ്ടുമുട്ടിയ സിസ്റ്റർ പവിത്രയായിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ടങ്ങ് പോകാം. ഇന്റർവ്യൂ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം. അയ്യോ അച്ഛാ എന്നിങ്ങനെ ഋതിക പറയുന്നെങ്കിലും പ്രതാപൻ അതൊന്നും കേൾക്കാതെ സിസ്റ്റർ പവിത്രയും അമ്പിയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. രാജുവും ഋതികയും ആകെ സങ്കടത്തില്, ഇനിയിപ്പോൾ എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ പ്രതാപൻ അവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരിക. യാമിനി അവരെ കണ്ടെന്ന് ഞെട്ടി നിൽക്കുവാണ്. ഫാമിലി മീറ്റിങ്ങിന് പോയ ഇവരെന്താ പെട്ടെന്ന് കണ്ട് ഇവരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത്? ദൈവമേ, ഈ വയ്യാവേലിയും വിളിച്ചോണ്ടാണല്ലോ വരവ്. ഈ അംബിക പ്രതാപേട്ടനെ ചതിക്കുവാണല്ലോ. പ്രതാപൻ യാമിനിയോട് പറയാം, യാമിനി നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അയ്യോ, ഞാൻ ഗസ്റ്റ് ഒന്നും അല്ല യാമിനി, ഞാൻ വെറും ഒരു വഴിയാത്രക്കാരിയാ. കള്ളി അംബിക ഉടനെ പറയാം, അയ്യോ അതെനിക്കങ്ങോട്ട് വളരെ ഇഷ്ടപ്പെട്ടു, വഴിയാത്രക്കാരി. എന്നാൽ സിസ്റ്റർ പവിത്ര ഞങ്ങൾ വഴിയാത്രക്കാരിയൊന്നും ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പവിത്ര ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗം തന്നെ അല്ലേ ഋതികെ? പ്രതാപൻ പറയാം, ഞാൻ വളരെ തളർന്ന് മാനസികമായി വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞാനത് കണ്ടത്. ആ ഡയറി, പവിത്രയുടെ ഡയറി. സംയുക്ത ആകെ ഞെട്ടിത്തിരിച്ച് നോക്കുക. അയ്യോ, ഡയറിയോ? എന്ത് ഡയറി? ഞാനിവിടെ എന്ത് ഡയറി വെച്ചെന്നാ? സംയുക്ത വെപ്രാളത്തോടെ അംബികയെ നോക്കുക. അംബിക ഒന്ന് ചിരിച്ചിട്ട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തോ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെന്നർത്ഥം. സത്യത്തിൽ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ദുർവാസനയുള്ള മറ്റൊരാളുണ്ടാവും. മനുഷ്യൻ ഒറ്റയ്ക്കാകുന്ന അവസരത്തിലാണ് ആ ദുർവാസനക്കാരൻ ഉണരുന്നത്. അത് സിസ്റ്റർ പവിത്രയുടെ ഡയറി ആണെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാനിത് വായിച്ചത്. അതിലെ പല വാചകങ്ങളും എനിക്ക് മൃതസഞ്ജീവനിയായിരുന്നു. പരീക്ഷ പോലും എഴുതാതെ എനിക്ക് എങ്ങനെ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടി എന്നുള്ള അതിശയത്തോടെ നിൽക്കുവാണ് സംയുക്ത. ആ ഡയറി വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ സിസ്റ്റർ പവിത്രയോട് എനിക്ക് ബഹുമാനം തോന്നുമായിരുന്നു. ആതുര സേവനത്തിലൊക്കെ ഇവരുടെ പങ്ക് എത്ര വലുതാണെന്ന് തോന്നിപ്പോയി. ഒരു നേഴ്സ് എന്ന് വെച്ചാൽ ഒരു മാലാഹയെ, അങ്ങനെ ലക്ഷോപലക്ഷം മാലാഹകൾ നിറഞ്ഞതാണ് നമ്മളുടെ ഈ ലോകം. ഈ പുകഴ്ത്തൽ സഹിക്കാൻ വയ്യാതെ സംയുക്ത പറയാം, എൻ്റെ പൊന്ന് സാറ്, സാർ ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു വലിയ നേതാവാണ്, വാചാലമായിട്ട് സംസാരിക്കാനും അറിയാം, എന്നാലും ഇങ്ങനെ അങ്ങ് തള്ളി മറിക്കല്ലേ. ഋതികയ്ക്കും രാജുവിനും സംയുക്ത പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുക. പ്രതാപൻ പറ, അയ്യോ അങ്ങനൊന്നും പറയല്ലേ, സിസ്റ്റർ പവിത്രയോടുള്ള ആദരവ് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ജീവൻ രക്ഷിച്ച ആളെന്ന് മാത്രമല്ല, നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ സിസ്റ്റർ പവിത്ര എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് തോന്നി. എനിക്ക് എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് സിസ്റ്റർ പവിത്ര. അത് കേട്ടപ്പോൾ അംബികയുടെ മുഖത്തൊരു വെട്ടൽ വീണു. അതുപോലെ മറ്റൊരു കാര്യം, സിസ്റ്റർ ഇന്ന് ഇവിടുന്ന് മുങ്ങിക്കളയരുത്, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ, ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ പ്രതാപൻ മുകളിലോട്ട് കയറിപ്പോവുക. അംബിക ഉടനെ ഋതിയോട് പറയാം, വേണ്ടടി, പ്രതാപൻ ഉള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാ, അവനെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല, എൻ്റെ ലക്ഷ്യം നടക്കണമെങ്കിൽ ഞാനിവിടെ മൗനം പാലിച്ചേ പറ്റൂ. എടി അംബികെ, ഇനി നിങ്ങൾ അങ്ങോട്ട് ടോട്ടലി സൈലന്റ് ആകാൻ പോവുക. നിങ്ങളെ ഒന്നിനും കഴിവില്ലാത്തവളാക്കി ഒരു മൂലയ്ക്ക് ഞാൻ പൂട്ടിക്കിടത്തിയിരുന്നു. അതിനെന്താടി, അതൊക്കെ നമുക്ക് വരുമ്പം നോക്കാം. ഒരു മനുഷ്യന്റെ രഹസ്യ അറയാണ് അവരുടെ മൊബൈൽ ഫോൺ. നീ എൻ്റെ മൊബൈൽ എടുത്ത് എൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കളിക്കാൻ ഒരുങ്ങും അല്ലേടി? ഋതിക ഒട്ടും വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. ഞാനിപ്പം നിങ്ങളുടെ മൊബൈൽ രഹസ്യ അറയിലേ കയറിയുള്ളൂ. ഇനി അടുത്തായിട്ട് നിങ്ങളുടെ ജീവിതം ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ അറയിലോട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ പോവാ.
എടി, നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ പൂട്ടുവടി. എങ്കിലെടി അമ്പിയെ, നിങ്ങളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുവടി. ഇതെല്ലാം കണ്ട് ഫൈന്ന് നിൽക്കുന്ന സംയുക്ത ഹൃതിയോട് പറയാം, മോളെ ഒരു വഴക്ക് വേണ്ട. ഞാൻ ആരുടെയും മോളല്ല. നിങ്ങൾ ഇതിനകത്തൊന്നും ഇടപെടുകയും വേണ്ട. അതെനിക്കിഷ്ടവുമല്ല. ഉടനെ അമ്പിയ, എടി സിസ്റ്ററിനോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് ഞാൻ മേടിച്ചു തരും. നിങ്ങളാരാ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ? മകൻ പുറത്തോട്ട് പോയതുപോലെ നിങ്ങളെ ഞാൻ പുറത്തോട്ട് അയക്കും. എങ്കിൽ നീ എന്നെ നിറക്കി നോക്കടി. ആ ദേഷ്യഭാവമൊക്കെ കണ്ടിട്ട് സംയുക്ത വീണ്ടും ഭയന്നിട്ട്, അയ്യോ ഒരു വഴക്ക് വേണ്ട മോളെ, മോളോട് ആൻറ്റിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, മോൾ ഇങ്ങോട്ടൊന്ന് വാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ, മോളൊന്ന് വന്നേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഹൃതിയുടെ കൈക്ക് പിടിച്ച് സംയുക്ത അകത്തോട്ട് കൊണ്ടുപോവാണ്. ആദ്യം തന്നെ ഞാൻ മോളോട് പറയട്ടെ, ഞാനൊരു കുഴപ്പക്കാരിയല്ല. ഞാൻ ഇതിൽ വന്ന് പെട്ടുപോയതാ എൻ്റെ ഗതികേട് കൊണ്ടാ. എൻ്റെ ശരിയായ പേര് സംയുക്ത എന്ന. തകർന്നു പോയ ഒരു മനക്കലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാ ഞാൻ. എട്ടുകെട്ടും പഠിപ്പുരയും കാര്യസ്ഥന്മാരും പറമ്പിൽ നിറയെ പണിക്കാരും ആനകളും ആനക്കാരും തേവാരപ്പുരയും കൊച്ചമ്പലും ഒക്കെയുള്ള ഒരു മനക്കല കുട്ടി. പക്ഷേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇല്ലാണ്ടായി. ഇവരെന്തായിരിക്കും സംസാരിക്കുന്നറിയാൻ അംബിക അങ്ങോട്ട് ഒളിഞ്ഞും മറിഞ്ഞും വരുന്നുണ്ട്. അംബിക അവിടെ നിൽക്കുന്ന അവർ രണ്ടുപേരും കണ്ട് പെട്ടെന്ന് സംയുക്ത പറയാം, ആ അംബിക മേഡം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കഥകളൊക്കെ ഞാൻ മോളോട് പിന്നെ പറയാം. അയ്യോ ആൻറ്റി പറയുന്നത് ശരിയാണെങ്കിൽ എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടു? അതൊക്കെ വലിയൊരു കഥയാ മോളെ. അതൊക്കെ ഞാൻ മോളോട് വേറൊരു സമയത്ത് പറയാം. ആ അംബികയെ എനിക്ക് വലിയ പേടിയാ മോളെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാൽ അവരെന്നെയും ഞങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കിക്കളയും. ആൻറ്റി എല്ലാം എന്നോട് തുറന്നു പറയാം. ചിലപ്പോൾ എനിക്ക് ആൻറ്റിയെ രക്ഷിക്കാൻ കഴിയും. സ്വയം രക്ഷയ്ക്കായിട്ട് കൈകാലിട്ടടിക്കുന്ന മോക്ക് എങ്ങനെ എന്നെ രക്ഷിക്കാനാകും? അംബികാവർമ്മയുടെ കെണിയിൽ വീണവർക്കാർക്കും പിന്നൊരു മോചനമില്ല മോളെ. അവരൊരു അസുര ജന്മം. അവരെ തീർക്കണമെങ്കിൽ ഭഗവാൻ തന്നെ പുതിയൊരു അവതാരം എടുക്കണം. ഇത് ഇത്രയും കുഴപ്പം പിടിച്ച പണിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മോളെ. ഇത്രയും നിഷ്കളങ്കരായ മോളെയും രാജുവിനെ ഒരു കാരണവശാലും ഞാൻ ചതിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യുന്ന ശീലമൊന്നും ഞങ്ങൾക്കില്ല മോളെ. മനക്കലെ പത്മതീർത്ഥക്കുളത്തിലെ ഗായത്രി മന്ത്രം കേട്ടുണരുന്ന വെളുപ്പാങ്കാലങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. മോക്ക് ഞാനൊരു ഉറപ്പു തരാം, മരിക്കേണ്ടി വന്നാലും മോളെ ഞാൻ ചതിക്കില്ല. ഈ അംബികയെ എനിക്ക് ഇപ്പം ധിക്കരിക്കാനാവില്ല. കാരണം ഞാനിപ്പോഴും അവരുടെ തടവറയിലാണ്. ശുദ്ധഗതിക്കാരിയായ ഒരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനുള്ള വ്യാമോഹത്തോടൊന്നും അല്ല മോളെ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഒരു വലിയ ഗതികേടിൻ്റെ പേരിൽ തന്നെ ഹൃതികയ്ക്കും ആകെ സങ്കടമായി. ആൻറ്റി എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോളൂ. ഇപ്പം ഞാനത് പറയുന്നില്ല. ഒറ്റയ്ക്ക് എനിക്ക് ശരിക്കും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കത് തുറന്നു പറയേണ്ടി വരും. അംബികയുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഇതെല്ലാം ഞാൻ വർമ്മ സാറിനോട് തുറന്നു പറഞ്ഞോളാം. പക്ഷെ ഒരിക്കലും ഇത് അംബിക അറിയരുത്. മോൾ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഭഗവാൻ കൃഷ്ണനാണ് സത്യം. മോളെ ഞാൻ ചതിക്കില്ല. ശരി ആൻറ്റി എങ്ങനെ ഇവരുടെ ചതിയിൽ പെട്ടുവെന്നൊന്ന് പറ. അപ്പോഴംബിക ഒരു ചുമയൊക്കെ ചുമച്ചോണ്ട് അവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. സിസ്റ്റർ പവിത്രേ, നമ്മുടെ പ്രതാപൻ വെയിറ്റ് ചെയ്യുക. രാജു ഹൃതിയോട് ചോദിക്കുന്നു, എന്താ അവർ പറഞ്ഞു? രാജു, അയ്യോ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും അല്ല കഥ. അതൊക്കെ ഞാൻ രാജുവിനോട് പറയാം. അവരൊരു കുഴപ്പക്കാരിയല്ല. പ്രതാപനും അവരെല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. അംബിക മനഃപൂർവ്വം സംയുക്തയെ പ്രതാപൻ്റെ അടുത്ത് തന്നെ ഇരുത്തുവാണ്. എന്താ രാജു ഹൃതിയെ ഇരിക്കുന്നില്ല? ഇരിക്കാച്ചാ എന്നിങ്ങനെ ഹൃതിയ പറയും. അല്ല പവിത്ര എവിടെ പോയതാ? ഞാൻ മോളോട് സംസാരിക്കാൻ പോയതാ സാറേ. പവിത്ര, ഞാൻ അഹങ്കാരം പറയുവാണെന്ന് വിചാരിക്കരുത്. എൻ്റെ മോളെ വളരെ ജീനിയസ് ആണ്. ഓ പിന്നെ അവൻ്റെ മോളൊരു ജീനിയസ്. അംബിക മനസ്സിൽ കൊഞ്ഞനം കുത്തുവാണ്. അംബിക നോൺ വെജ് വിളമ്പാൻ പോകുന്ന സമയത്ത്, അയ്യോ ക്ഷമിക്കണം, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അത് കേട്ടിട്ട് പ്രതാപം പറയും, അതിനെന്തിനാ ക്ഷമ പറയുന്നത്? സസ്യാഹാരം കഴിക്കുന്ന ഒരു ഭാഗ്യവന്മാരാ. അവരുടെ ഉദരം ശുദ്ധവും മനസ്സ് പ്രകാശപൂരിതവുമായിരിക്കും. അംബിക ഒരു ചിരിയൊക്കെ ചിരിച്ചോണ്ട് മനസ്സിൽ പറയാം, ഒരു മൊസണനായിരുന്ന എൻ്റെ അനിയൻ ഇപ്പോൾ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ തമാശ പറയാനൊക്കെ തുടങ്ങി. സാറേ, മാംസാഹാരം മോശമാണെന്നൊന്നും ഞാൻ പറയില്ല. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ അത് കഴിക്കാറില്ല. പക്ഷേ ഈ കീടനാശിനികൾ മുക്കി വരുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇപ്പം മാംസാഹാരം എന്നാണ് തോന്നുന്നത്. പ്രതാപൻ പെട്ടെന്ന് കുറച്ച് കറിയെടുത്ത് സംയുക്തയ്ക്ക് വിളമ്പുന്നുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്ക്. ഇതൊക്കെ കണ്ടിട്ട് അംബികയ്ക്ക് ഭയങ്കര സന്തോഷം. ഹൃതികയും രാജുവിനെയും ഓട്ടക്കണ്ണിട്ട് നോക്കിയ ഒരു കളിയാക്കലോടെ പുഞ്ചിരിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ ശ്രമം ഒന്നും ഇനി അവിടെ നടക്കില്ലെന്ന് നമുക്ക് മനസ്സിലായി. സംയുക്ത പാവം പിടിച്ച ഒരു മനക്കല കുട്ടിയാണെന്നും അവൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ എന്താണെന്ന് ഇനി അത് രാജുവിനോടും ഹൃതികയോടും പറയും. രാജുവും ഹൃതികയും സംയുക്തയും ചേർന്നായിരിക്കും ഇനി അംബികയുടെ നേരെ പടയൊരുക്കം തുടങ്ങുന്നത്. അംബികയുടെ അഹങ്കാരത്തിലുള്ള മറുപടി ഉടനെ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂമായി നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.